Hi all, welcome back to Encyclopedia. So, L2 എമ്പുരാൻ, അതായത് ലൂസിഫർ സെക്കൻഡ് പാർട്ട്. ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിലും റീസെൻ്റ്ലി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പിലും അതേപോലെ തന്നെ ഇന്നേ വരെ വന്നതിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയ അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വന്ന ദ ബിഗ്ഗസ്റ്റ് മലയാളം ഫിലിം എവർ സോഫാർ ആയ എമ്പുരാൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. 2019 ഇറങ്ങിയ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഹൈപ്പും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് എക്സ്പെക്റ്റേഷൻസും വെച്ചിട്ട് കേരളക്കാരെ മൊത്തം കാത്തുന്ന ഒരു സിനിമയാണ്. എബവ് ഓൾ ദ മൈറ്റി എൽ ഹിംസെൽഫ് മോഹൻലാൽ ഫിലിം. അതും വർഷങ്ങൾക്ക് ശേഷം ഒരു ഹൈപ്പിൽ വരുന്നൊരു മോഹൻലാൽ ഫിലിം. എല്ലാ ഒരു ഹൈപ്പും കാര്യങ്ങളും, അതായത് ഈ സിനിമയിലെ കുറ്റി നോക്കാൻ ഇത്രയും കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ദിസ് ഫിലിം ഡെലിവേർഡ് സംതിങ് ജസ്റ്റിഫൈങ് ടു ദോസ് ഓൾ തിങ്സ്. ആ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതിനോടെല്ലാം നീതി പുലർത്തുന്ന ഒരു റിസൾട്ടാണ് എമ്പുരാൻ തന്നതെന്ന് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. സോ എമ്പുരാൻ്റെ റിവ്യൂ എന്നുള്ളതിൽ ഉപരി നമ്മുടെ ഫസ്റ്റ് എവർ ഇന്ത്യൻ സിനിമ റിവ്യൂ ആണ് ഈ ചാനലിൽ. ഇതുവരെ നമ്മൾ ചെയ്തത് രണ്ടും ഹോളിവുഡ് അഥവാ ഇൻ്റർനാഷണൽ ഫിലിംസിൻ്റെയാണ്. ആദ്യത്തെ ഒരു ഇന്ത്യൻ സിനിമ റിവ്യൂ എന്ന ടാഗ് കൂടെ എമ്പുരാന് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന ഒബ്വിയസ്ലി അവർ ഫസ്റ്റ് മലയാളം ഫിലിം റിവ്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ഡിസപ്പോയിൻമെൻറ്റ്. പ്രതീക്ഷക്കൊത്ത് ഉയർന്നെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉയർന്നിട്ടില്ല. ഈവൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ലെഗസി, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വെച്ച ആ ഒരു ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം ടി വിയിൽ വന്നാലും, അതിപ്പോൾ ഏഷ്യാനെറ്റ് മൂവീസ്, ഏഷ്യാനെറ്റ്, അങ്ങനെ ഏത് ചാനലിൽ ഏത് നേരത്ത് വന്നാലും അറിയാതെ പോലെ നമ്മൾ ഇരുന്ന് കണ്ടു പോകും. അത് തുടങ്ങിയാൽ പിന്നെ നമുക്കത് ഫുള്ള് കാണാതെ, സമയം ഉണ്ടെങ്കിൽ ഫുള്ള് കാണാതെ നമുക്ക് രക്ഷയില്ല. അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ ഒക്കെ ഹൈ ഉള്ള, ഒരേ ടൈം കൊമേഴ്ഷ്യൽ എലമെൻറ്റിനെയും അതിനൊത്ത ഒരു സ്റ്റോറി, വേൾഡ് ബിൽഡിങ്, പൊളിറ്റിക്കൽ ഡ്രാമയും, ഒരു സെറ്റപ്പ് ഗെയിം ഓഫ് ത്രോൺസ് ലെവൽ ഒരു കസാരക്കളി മീൻസ് ഒരു പെർട്ടിക്കുലർ ആ ഒരു ത്രോണിന് വേണ്ടിയിട്ട് ദ വൺ അബവ് ഓൾ എന്ന് പറഞ്ഞ ടാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിയും പാർട്ടിയും പൊളിറ്റിക്സും ഒക്കെ നടക്കുന്ന ഒരു സെറ്റപ്പ് എല്ലാം കൂടെ വന്നൊരു ബ്ലെൻഡിൽ വന്നൊരു കിട്ടില്ലെന്നൊരു പാക്കഡ് പടമായിരുന്നു ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരൻ ഓഫ് കോഴ്സ് ഡയറക്ടർ. അപ്പം അതിൻ്റെ ഒരു ഡയറക്ടറും അതിൻ്റെ ഒരു കാസ്റ്റും മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റിലൊരു പടം കൊണ്ടുവരും, ഒരു സീക്വലായിട്ട് കൊണ്ടുവരും വെക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളം തന്നെയായിരുന്നു. പോരാത്തതിന് ഒരുപാട് ഹൈപ്പിനുള്ള സാധനം വരെ തന്നെ തന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, പിന്നെ ആ ഒരു ഡ്രാഗൺ ഇതിലെ വില്ലനെ, പിന്നെ ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് തന്നെ നമ്മളെ ജെറോം ഫ്ലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ടും ഇതൊരു മാഗ്നം ഓപ്പസ് ഒക്കെ ആവുമെന്ന് വിചാരിച്ച് നിന്നൊരു സമയത്ത് നിന്നാണ് ആകപ്പാടെ ഇതൊരു അവിയൽ പരിവാക്കിയിട്ട് 5 പൈസ കൊള്ളാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഇന്നലെ എനിക്ക് ഫിലിം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തോന്നിയത്. ഇത് പേഴ്സണലി ഞാൻ നെഗറ്റീവ് പറയല്ല. ഓവറോൾ ഇറ്റ്സ് ഒരു മിഡ് ആവറേജ് ഫിലിം ഓർ ബിലോ ആവറേജ്. എങ്ങനെ പോയാലും ഒരു ആവറേജിൻ്റെ മുകളിലോ ആവറേജിൻ്റെ ഒരു പടിക്ക് മുകളിൽ ഈ പടം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വളരെ മികച്ച മലയാള സിനിമ പോയിട്ട് ഇന്ത്യൻ സിനിമ വരെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയും, ഹോളിവുഡ് ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ വിഷ്വൽസ്, ലൊക്കേഷൻസ്, പിന്നെ എക്സ്പ്ലോഷൻ സീൻസ് ആവട്ടെ, ബ്ലാസ്റ്റ് സീൻസ് ആവട്ടെ, അതുപോലെ പൊട്ടിത്തെറി, പുക, വെടിയും, ഹെലികോപ്റ്റർ, ചോപ്പർ സീൻസ് എല്ലാം കൊണ്ടൊരു ഇൻ്റർനാഷണൽ ഹോളിവുഡ് ഫിലിം കാണും. ഇപ്പോൾ സിൽവർ സ്റ്റാലിൻ്റെ ഒരു എക്സ്പാൻഡബിൾ ഫിലിമൊക്കെ കണ്ടവർക്ക് ആ ഒരു സെറ്റപ്പ് സാധനം കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഓ മാൻ, ഇതൊരു മലയാള സിനിമയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. വൺ സ്റ്റാഫിലും അവിടെ ഇവിടെ ചിന്ന ഫ്ലോസ് ഉണ്ടെങ്കിൽ ഈ ഒരു മേക്കിങ്ങിന് അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് വലിയൊരു ഇൻ്റർവെൽ ബാങ് എന്ന് പറയാനില്ലെങ്കിലും അങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ അവസാനിപ്പിച്ചപ്പോൾ ഇനി ഇതിനും മേലെ വരുന്ന പൊടി പാർന്ന സെക്കൻഡ് ഹാഫിനുള്ളൊരു കൊളുത്തിയിട്ട് ഒരു ഇൻ്റർവെല്ലും വെച്ചിട്ട് അവസാനം ഒരുമാതിരി തെലുങ്കിലെ ബാലയ്യ പടം മാതിരി ഒരു സെക്കൻഡ് ഹാഫ്, ഒരു അപരാധിച്ച സെക്കൻഡ് ഹാഫ് തന്നെയാണ് എമ്പുരാൻ നിന്ന് കിട്ടിയത്. ആൻഡ് അവിടെ ഈ ഫിലിം കംപ്ലീറ്റ്ലി മുങ്ങി. യൂഷ്വലി ഒരു ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊളായിട്ട് സെക്കൻഡ് ഹാഫിൽ അത് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിലിം നമുക്ക് ഓർത്ത് വെക്കാം. ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് പറ്റ ഷോക്കാണെങ്കിൽ ആ സിനിമ നമുക്ക് ഒരു കാലത്തും റിപ്പീറ്റ് വാല്യൂ പോലും ഉണ്ടാകാത്തൊരു സിനിമയാണ്. അങ്ങനെ ഒരു പടം എല്ലാ ഹൈപ്പും കൊണ്ട് തുലയ്ക്കുന്ന രീതിയിലുള്ളൊരു സെക്കൻഡ് ഹാഫ്. ഇതിലേറ്റവും വലിയ വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിലൊരു വില്ലനാണ്. ഏറ്റവും വലിയ കുറേ വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഇതിലെ വില്ലൻ ഒരു അപരാധിച്ചൊരു ബംഗാളി
ഈ ഖുറേഷി അബ്രഹാമും പൃഥ്വിരാജിൻ്റെ സയ്യിദ് മസൂദും ഒക്കെ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് നെക്സസ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഇലുമിനാറ്റിയാണ്, KA ഗ്യാങ്ങാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഈ ഒരു ഫിലിമിൽ ഫേസ് ചെയ്യുന്ന വില്ലൻ എന്ന് പറഞ്ഞത് കണ്ട ആപ്പ ഉപ്പ ബീഹാറിലെ നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ബംഗാളി പൊളിറ്റീഷ്യൻ, ഒരു പാർട്ടിക്കാരനെ ചാമ്പാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പടം മൊത്തം കുത്തിയിരുന്ന് കളിക്കുന്നത്. എന്നിട്ട് അവസാനം ആ ഒരു ഫേസ് ഓഫ് വരുമ്പോൾ അതുക്കും മേലെ അവരാധിച്ചൊരു ക്ലൈമാക്സ് ഫൈറ്റ് സീൻ, എൻ്റെ മോനെ. ആ ഒരു ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൻ്റെ മറ്റേ ബോബിയുടെ ഒരു റഫ്താർ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊക്കെ എമ്മാതിരി ക്ലാസ് സാധനം അറിയും. പോരാത്തതിന് ഒരേ ഒരു രാജാവ് എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം കൊണ്ട് ഒരു പീക്ക് ക്ലൈമാക്സ് കിട്ടിയ ഒരു ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. തെലുങ്ക് 10-20 കൊല്ലം മുന്നേ വരുന്ന ഏതോ പാണ്ടി സിനിമേൻ്റെയൊക്കെ ഒരു മാതിരി ഒരു ക്ലൈമാക്സ്. വില്ലന്മാർ കുർത്തയും ഇതൊക്കെ അണിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക വാള്, ഈ കളരിപ്പായിട്ടൊക്കെ പഠിക്കുന്ന വാളൊക്കെ വെച്ചിട്ട് ഈ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും അടിക്കാൻ വരിക, കുർത്തയൊക്കെ ഇട്ടിട്ട് അടിക്കാൻ വരിക, പിന്നെ കരിയില വറക്കുക, പുക വറപ്പിക്കുക, സ്ലോ മോഷൻ, ഓരോ അടി വരുമ്പോൾ സ്ലോ മോഷൻ ഇടുക. ഏറ്റവും അസഹനീയം ഒരു കൂർ അഫീർസ് എന്താന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി പാട്ട് ഹൈ വോളിയത്തിൽ ദീപക് ദേവ് ചെവിന്ന് ചോര വരുത്തുന്ന രീതിയിൽ കേട്ടെന്ന് അലറി കൂവി വെക്കുന്ന പാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ തൊട്ട് അടി തീരുന്ന വരെ ഫുള്ള് 2-3 മിനിറ്റ് ഫൈറ്റ് വിത്ത് മറ്റേ ഈ കല്യാണരാമനിൽ മ്യൂസിക് വിത്ത് ബോഡി ഷോ വിത്ത് മ്യൂസിക് അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ ഇന്നസെൻ്റ്. അതുമാതിരി തന്നെ ഒരു ക്രിഞ്ചി ചീസി ഫൈറ്റ് സീൻ വിത്ത് ഈവൻ മോർ ക്രിഞ്ചി സോങ്, അങ്ങനെ ഒരു സാധനമാണ് കിട്ടിയത്. എൻ്റെ മോനെ, ഈ ഇത്രയും ബഡ്ജറ്റുള്ള ഒരു പടത്തിന് ഇതൊരുമാതിരി പാണ്ടി സിനിമ, നമ്മളെ പണ്ടത്തെ തെലുങ്ക് സിനിമക്കാരല്ലോ ഗ്രാവിറ്റി ഒന്നും നോക്കാത്ത കുറേ അങ്ങനത്തെ ഒരു സിനിമകളുടെ ഫൈറ്റാണ് ഇതിൻ്റെ മെയിൻ ഫൈറ്റായിട്ട് കൊടുത്തത്. ആ ഫസ്റ്റ് സീക്വൻസിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മോഹൻലാലിന് എൻട്രി കൊടുത്ത മാതിരി വെട്ടിച്ചിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി. ഇപ്പോഴത്തെ മലയാളത്തെ സിനിമയിൽ ഫൈറ്റ് സീന് ഇൻ്റർനാഷണൽ ലെവൽ ഇല്ലാത്തതിന് ഇൻ്റർനാഷണൽ ലെവൽ ഇങ്ങനെ ഡേ ബൈ ഡേ ഫിലിം ബൈ ഫിലിം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവന്മാർ ഇത്രയും സോ കോൾഡ് മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ഫിലിമിൽ ഈ ഒരു ടെംപ്ലേറ്റ് സ്റ്റണ്ട് സിൽവയൊക്കെ കാലത്തുള്ളതാണ്. ഗാന്ധിജീൻ്റെ കാലത്തുള്ള ഒരു ചങ്ങായിനെ പിടിച്ചിട്ട് സ്റ്റണ്ട് ഏൽപ്പിക്കുക, അതും സോ കോൾഡ് 180 കോടിയുള്ള ഹയ്യസ്റ്റ് ബഡ്ജറ്റ് വരുന്ന ഒരു ഫിലിമിൻ്റെ ഫൈറ്റ് സീനിൽ സ്റ്റണ്ട് സിൽവേനെ പോലെ പാണ്ടി ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ലോ ക്ലാസ് സെറ്റപ്പ് ചെയ്തൊക്കെ പറഞ്ഞാൽ വാൻ മോശമാണ്. ഇതൊരുമാതിരി ബിരിയാണി തിന്നാൻ വെച്ചിട്ട് അവസാനം ബിരിയാണിക്ക് ചിക്കൻ ഇല്ല, നിങ്ങൾ കുറച്ച് പരിപ്പും കൂട്ടി തിന്നോളി എന്ന് പറയുന്ന മാതിരി ഒരു ഫൈറ്റ് സീൻ. ഇതുപോലെ ഒരു അപരാധിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ തെറിയായി പോകും. കാരണം ഒരു ബിഗ് ടിക്കറ്റ് പടത്തിൽ നമ്മൾ ഹൈപ്പും ബുക്ക് മൈ ഷോയിൽ അടിയും പിടിയും കൂടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഉള്ള സമയം പോക്കി 3 മണിക്കൂർ അതിൻ്റെ ലെങ്ത്ത്, 3 മണിക്കൂർ ഇരുന്ന് പേഷ്യൻ്റെ അവിടെ അങ്ങനെ കാണുമ്പോൾ തരുന്ന ഒരു 250 കോടി ബഡ്ജറ്റിൻ്റെ ഫൈറ്റ് സീന് ആണോ ഇത് നിങ്ങൾ ചോദിച്ചു. അങ്ങനെ ഒരു അപരാധിച്ച ഫൈറ്റ് സീനാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ തല്ലുമാല, ഈ റീസെൻ്റ്ലി വന്ന മാർക്കോ, അതിലെ സ്റ്റെയർ കേസ് ഫൈറ്റ്, ഇതൊക്കെ കണ്ട് ഹോളിവുഡ് ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളും ഹോളിവുഡ് ലെവലിൽ നിന്ന് പറയിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരുമാതിരി മലയ്യ സെറ്റപ്പ് പിടിച്ചൊരു വളമായിട്ടാണ് L2 എമ്പുരാൻ ഓവറോളായി തോന്നിയത്. പെർഫോമൻസ് ഒക്കെ എല്ലാവരും ഓക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ലാലേട്ടൻ മസിൽ പിടുത്തം, ആ ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ റോള് വളരെ ഒരു ഓവർ ഹൈപ്പഡ് ആണ്. അല്ലെങ്കിൽ അതിനോടൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത മാതിരി തോന്നി. ഈ കോസ്റ്റ്യൂം ചെയ്തവൻ ആദ്യം തല്ലണം. കാരണം ഇയാളെ ഈ ചൂടത്ത് ഒരുമാതിരി ഫറ് ഇങ്ങനെയുള്ള ഒരു പഠിച്ച് കീറിയ ഒരു കോട്ടും ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ നടത്തുക ഇയാളും മോഹൻലാലല്ലേ തന്നെ ആ ഒരു ഫിസിക്സ്, ആ ഒരു ചാടിയ വയറൊക്കെ വെച്ചിട്ട് എങ്ങനെയോ മസിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഞാനൊരു മോഹൻലാൽ ഹേറ്ററല്ല, ഒരിക്കലല്ല. എന്നാൽ പോലും ഞാനിത് തുറന്നു പറയൂ. അങ്ങനെ നടക്കുക. ഇതെന്തോ ഒരു കാഴ്ച വസ്തു. ആകെ പടം 3/4 മണിക്കൂർ അതിൻ്റെ എൻട്രി തന്നെ മോഹൻലാലിൻ്റെ ഒരു കാഴ്ച വസ്തു മാതിരി ഇങ്ങനെ നടത്തിക്കൊണ്ടു ഒരു ഓട്ട് വിട്ടിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാലായി. ആകെപ്പാടൊന്ന് മോഹൻലാലിനൊന്ന് ഉണർന്ന് നമുക്ക് ഹരം കയറി കിട്ടണമെങ്കിൽ വളരെ റയർ ഫ്ലാഷ് ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ജംഗിൾ ഫൈറ്റ് സീനിലൊക്കെ സ്റ്റീഫൻ നെടുമ്പണ്ടിയിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് അണ്ണം വന്നാൽ മാത്രമേ നമുക്കൊന്ന് ഹരം കയറാറുള്ളൂ. ആകെ ഇപ്പോൾ പറയാനുള്ളത് ആ ഒരു സുരാജ് പറഞ്ഞ ഒരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്. അതിൽ മുണ്ട് മടക്കി അടിച്ചിടുന്ന ഒരു സ്റ്റീഫൻ്റെ സെറ്റപ്പ് തിയേറ്റർ സ്റ്റേഡിയം ആക്കും ഓഫ് കോഴ്സ്. അതും പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിൽ ആ വെള്ളയിട്ട സ്റ്റീഫനെ ഫുൾ ഫിലിമിൽ വെച്ചാൽ തന്നെ എത്രയോ നന്നായി. ഈ കോട്ടും സൂട്ടും ഇട്ടിട്ട് ഒരുമാതിരി ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാൻസിന് ഐ ഡോണ്ട് നോ എൻ്റെ തള്ളക്കും തന്തക്കും വിളിക്കും. സോ അങ്ങനെയാണ് മോഹൻലാൽ എന്നും
ആക്ച്വലി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. കമ്പയറിങ് ടു ലൂസിഫർ ഫസ്റ്റ് പാർട്ട് മോഹൻലാലിനെ തീരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നോ ഞാൻ പറയൂ. ആകെ പറയാനുള്ളത് ആ ഒരു ഫൈറ്റ് സീൻ ജംഗിളത്തെ, ബാക്കി എല്ലാം വൻ ബോറായിരുന്നു മോഹൻലാലിൻ്റെ. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ ഹീസ് ദ ലൂസിഫർ, ഹീസ് ദ ഡെവിൽ, ഹീസ് ദ മറ്റേ മഹിരാവണൻ, ഹീസ് ദ ഇബിലീസ്, ഹീസ് ദ ഡെവിൽ 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 ഇങ്ങനെ ഈ ഡെവിലിനെ അങ്ങനെ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. ബിൽഡപ്പ് ചെയ്ത് അവസാനം ഇത് എവിടെയല്ല അത് മറ്റേ മണ്ടയില്ലാത്ത തെങ്ങ് കയറുന്ന മാതിരി കയറി അങ്ങ് പോവുക. അവസാനം മുകളിൽ നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ഒരു അൺസാറ്റിസ്ഫാക്ഷനാണ് ക്യാരക്ടേഴ്സ് വൈസ് ആയാലും പ്ലോട്ട് വൈസ് ആയാലും. ഫസ്റ്റ് പാർട്ടൊക്കെ പ്ലോട്ടും മാസ് ഫാക്ടറും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ലൂസിഫർ ഇന്നും മറക്കാൻ പറ്റാത്തൊരു സിനിമ ആയിട്ട് മലയാളികൾക്ക് നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ പ്ലോട്ട് അണ്ണൻ പൃഥ്വിരാജ് പണ്ണി പാൻ ഇന്ത്യ കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് മാത്രം ഫോക്കസ് കൂടി അവസാനം കഥയൊന്നുമില്ല. ഇത് തൊട്ട് നക്കാൻ സൈഡ് ഡിഷായിട്ട് ഒരു കഥ കിട്ടും. മെയിനായിട്ട് നമുക്ക് വെട്ടും കുത്തും വെടിയും അതൊക്കെയോ കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് ലൂസിഫർ ആസ് പ്രോപ്പർ ബ്ലെൻഡ് ഓഫ് ബോത്ത് കൊമേഴ്ഷ്യൽ ആൻഡ് കണ്ടൻറ്റ്. ഇവിടെ രണ്ടുമില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വില്ലന്മാരും വെറുതെ കുറേ ആഫ്രിക്ക അമേരിക്കയിൽ നിന്ന് കുറേ വെള്ളക്കാരെയും ബ്ലാക്ക് ആൾക്കാരെയും പിടിച്ചിട്ട് ഒരു ഇമോഷണലി കണക്ഷനും ഇല്ലാത്ത വില്ലന്മാരാണ്. കബൂഗ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കബാബ്, അങ്ങനെ എന്തൊക്കെയോ പേരുള്ള കുറേ ആൾക്കാർ വന്നും പോകുന്നുണ്ട്. നമ്മളൊന്നും ഓർക്കും കൂടെ ഇല്ല. ഇവനൊക്കെ വരുന്ന സ്പീഡിൽ അങ്ങ് ഇവനെ തട്ടിയിടുക, അത്ര തന്നെ. നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ ഫസ്റ്റ് പാർട്ടിലെ വിവേക് ഓബ്രോയ് ചെയ്ത ആ ഒരു ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ അടിച്ച് കരണ പൊട്ടിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും റൈറ്റിങ്ങും അതായിരുന്നു ബോബി. ഇവിടെ അങ്ങനത്തെ ഒരു വില്ലൻ ഇല്ലാത്ത നന്നായി കാണാണ്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് മുരളി ഗോപി എണ്ണ കമ്മാര സംഭവം ലൂസിഫർ ഫസ്റ്റ് പാർട്ടൊക്കെ എഴുതി എത്രയും ലോകവീക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മുരളി ഗോപി എഴുതിയ ഫിലിമാണ് ലൂസിഫർ 2 എമ്പുരാൻ എന്നൊന്നും എനിക്ക് പറയാനാവില്ല. ഐ ക്യാൻറ്റ് ഈവൻ ബിലീവ് ദിസ് ഫിലിം ഇസ് റിട്ടൺ ബൈ മുരളി ഗോപി. കാരണം മുരളി ഗോപി എഴുതുകയാണെങ്കിൽ അങ്ങനെയല്ല, നല്ല കാമ്പുള്ള സാധനമാണ്. കണ്ടൻറ്റും ഇമോഷനും എല്ലാത്തിലും നല്ല വെയിറ്റുള്ള ഡയലോഗും സാധനങ്ങളെല്ലാം ഉള്ളൊരു റൈറ്റിംഗാണ് മുരളി ഗോപി. പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ മുരളി ഗോപിൻ്റെ പരിപാടിയൊക്കെ നല്ല ഒരു ലൂസിഫർ പോലെ തന്നെ നമുക്ക് ഒരു കുറവും തോന്നാണ്ട് തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ഇതേതോ അപരാധിച്ച തെലുങ്ക് ഫിലിമിൻ്റെ റൈറ്റർ എഴുതിയ മാതിരിയുള്ളൊരു വളരെ ഒരു ക്ലീഷയുടെ ഓൾഡ് പാറ്റേൺ ഒരു റൈറ്റിംഗ് ആയിപ്പോയി സെക്കൻഡ് ഹാഫിൽ. അത് മുരളി ഗോപി എനിക്കൊന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് ഹാഫ് വരെ നിങ്ങൾ എഴുതിയാൽ മതി, സെക്കൻഡ് ഹാഫ് നമുക്ക് പാൻ ഇന്ത്യ ആക്കി ആളെ കുറച്ച് കരിയും വെടിയൊക്കെ ഇട്ടിട്ട് ഇത് പാൻ ഇന്ത്യയിൽ ഒന്ന് കോങ്കർ ചെയ്യണം, അണ്ണനൊന്ന് അവിടെ ഒന്ന് മാർക്കറ്റ് ഉണ്ടാക്കണം, ഓൺലി ബോക്സ് ഓഫീസിന് വേണ്ടിയിട്ട് മാത്രം അടിവെടി പോകാം. ഫിർസിന്ത പാട്ട് ഇന്ത്യക്കാരെ ഒന്ന് സൂചിപ്പിക്കണം. പിന്നെ ഈ തെലുങ്ക് ലെവൽ ഫൈറ്റ് സീന് വെച്ചിട്ട് ഹോംബാലയൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഹോംബാല ഓരോ നാട്ടുകാരെ ഒന്ന് സൂചിപ്പിക്കണം. അങ്ങനെ ഒരു അൽക്കുലത്തെ ഒരു വലിയ പരിപാടി. സോ മുരളി ഗോപി ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. പിന്നെ ദീപക് ദേവ് ചിലയിടത്ത് നല്ലൊരു നീറ്റ് സാധനം ഓർക്കസ്ട്രയൊക്കെ പിടിച്ച് ചില സമയത്ത് ഇയാൾ ചെവിയിൽ നിന്ന് ചോര എത്തുന്ന രീതിയിൽ ഹെവി ആയിട്ട് അങ്ങ് കയറ്റിയിടുക. ഹെവി ഒരു പ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഈ എമ്പുരാനെ എന്ന് പറഞ്ഞ സാധനമൊക്കെ എങ്ങനെയാണ് എമ്പുരാനെ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അതൊന്നും നോ മാൻ, ദീപക് ദേവിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത ഒരു പണിയാണെന്നോ ഞാൻ പറയുന്നുള്ളൂ. അയാൾ ചിലയിടത്ത് നല്ല ഇത് വെച്ചിട്ട് ഓവറോൾ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതുകൊണ്ട് ദീപക് ദേവ് ഓൾസോ ഡിസപ്പോയിൻറ്റഡ്. പിന്നെ പൃഥ്വിരാജ് നമ്മളല്ലോ വിഷ്വലി ഒരു നല്ല ഫിലിം മേക്കറാണ്, പക്ഷേ കണ്ടൻറ്റിലേക്ക് വരുമ്പം അണ്ണൻ പാളിപ്പിച്ച് തന്നുകൊണ്ട് ഞാൻ പൃഥ്വിരാജ് ഈസ് എ ടോട്ടൽ ഗ്രേറ്റ് ഫിലിം മേക്കർ ഞാൻ പറയില്ല. കാരണം ഇനി പറയണമെങ്കിൽ അത് മാറ്റി പറയിപ്പിക്കണം L3 സോ പൃഥ്വിരാജും ഒരു ഡീസൻറ്റ് ഡിസപ്പോയിൻറ്റിങ് വർക്കാണ് ചെയ്തത്. പിന്നെ ഈ ലൊക്കേഷനൊക്കെ നല്ല നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ അതൊക്കെ പൃഥ്വിരാജ് സെറ്റാണ്. പക്ഷേ കഥയിലേക്ക് വരുമ്പോൾ അണ്ണൻ ഇപ്രാവശ്യം അങ്ങ് ഇതാക്കി കഴിഞ്ഞു. പിന്നെ പോരാത്തതിന് മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറാണ് നിലവിൽ ഇതിലിപ്പോൾ പറയാനെങ്കിലും കുറച്ച് നല്ലത് എന്ന് പറയാനുള്ളത്, ഓർത്ത് വെക്കാൻ നല്ലതെന്ന് ഈ സിനിമയിൽ ഓവറോൾ പറയാനുള്ളത് ഇപ്പം മൂപ്പത്തിയുടെ ക്യാരക്ടറാണ്. അതും വലിയൊരു സംഭവം അല്ലെങ്കിലും നല്ലൊരു ക്രിഞ്ച് റോളല്ല ഒരു ക്രിഞ്ച് സീക്വൻസ് പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ തന്നിട്ടുണ്ട്. നമ്മളെ പ്രിയദർശിനി രാമദാസ് ഒരു സാരീൻ്റെ സാധനമാണ്, കണ്ടവർക്ക് മനസ്സിലാവും, കൂടുതൽ പറയുന്നില്ല. പിന്നെ ടൊവിനോൻ്റെ ക്യാരക്ടർ എന്താ പറയുക, മുഖത്ത് നോക്കി തുപ്പുക അറിയില്ല, അതുമാതിരി തുപ്പിയിട്ട ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ ദേവപുത്രൻ മറിച്ചേപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ഇവൻ PKRൻ്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചൊരു അപരാധിച്ച ടൊവിനോനെ പിടിച്ചൊരു വില്ലനാക്കി അവസാനം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു ടൊവിനോൻ്റെ ക്യാരക്ടറിനെ. എന്തോ വലിയ സംഭവമൊക്കെ ആയിരിക്കും പൃഥ്വിരാജ് അതിനെ കൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു രീതിയിലും വെറുക്ക് അല്ലാണ്ട് ഒരു ഇമ്പ്രഷൻ ഇല്ലാത്ത രീതിയിലേക്കാണ് ആ ഒരു ടൊവിനോൻ്റെ ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടറിനെ അങ്ങ്
വില്ലനാക്കി കാണിച്ചത്. യാതൊരു രീതിയിലും ഒരു അനാവശ്യമായിട്ട് ഒരു ഫോഴ്സ്ഡ് സാധനം. പിന്നെ സയ്യിദ് മസൂദിൻ്റെ ഫ്ലാഷ് ബാക്ക് സീന് വളരെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് അതിൽ ഇമോഷണലി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യും. അതിൽ കുറച്ച് ടോർച്ചർ പരിപാടികളൊക്കെ ഉണ്ട്. ഈ വുമൺ അവരെ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനെ വെച്ചിട്ട് മലയാളത്തിലെ ഡയറക്ടേഴ്സിന് പ്രഗ്നൻറ്റ് വുമൺസിനെ വെച്ചിട്ട് കുറച്ച് സെറ്റപ്പ് പരിപാടിയുണ്ട്. നമ്മുടെ മാർക്കോലൊക്കെ തുടങ്ങിയാൽ അതുപോലെ അതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു അറപ്പും ഒരു പേടിയൊക്കെ തോന്നും. അതൊക്കെ സെറ്റാണ്. പക്ഷേ അത് കുറച്ച് ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ട് ആ ഒരു സീൻ തോന്നി. യാതൊരു ആവശ്യവും ആ ഒരു സീനിന് ആവശ്യം ഈ ഒരു ഫിലിമിലില്ല. ഈ ഫിലിമിൻ്റെ പകുതി ലെങ്ത്തും കൊണ്ടുപോകുന്നത് സയ്യിദ് മസൂദിൻ്റെ ഈ ഫ്ലാഷ് ബാക്കാണ്. സയ്യിദ് മസൂദിൻ്റെ ഒരു പടമാണെന്ന് വേണം പറയരുത്, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ. കാരണം ഇതിലെ മെയിൻ വില്ലൻ സയ്യിദ് മസൂദിന് കൊല്ലാൻ പണ്ടേ നോക്കി വെച്ച ഒരു ബാബ വജ്റങ്കിയോ അങ്ങനെ എന്തോ ഒരു ചങ്ങായിയാണ്. പകുതിയും കൊണ്ടുവന്നത് ഈ സയ്യിദ് മസൂദിനെ സ്റ്റോറി ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോകുന്നൊരു സാധനം. നമ്മുടെ ഈ ഇലൂമിനാറ്റി, ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ, ഈ ഡ്രാഗൺ, ഒരു ഷിൻ ട്രയാഡ്, ഇതിനെ പറ്റിയൊക്കെ വളരെ റെയറായിട്ട് പറഞ്ഞിട്ട് ആകെ ഒരുമാതിരി ഇത് സ്പിൻ ഓഫ് ഫിലിം പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ മാതിരിയാണ് മോസ്റ്റ്ലി തോന്നിയത്. കുറേ ചോദ്യങ്ങൾ ഉത്തരം തരാണ്ടെയും കുറേ നല്ല സാധനങ്ങളെ ലെഗസി കുളമാക്കിയും ഡിസപ്പോയിൻറ്റിങ് സെക്കൻഡ് ഹാഫും കൊണ്ട് ഒരുമാതിരി ആളെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു തട്ടിക്കൂട്ട് ഓവറോൾ പ്രൊഡക്റ്റാണ് മലയാളത്തിലെ സോ കോൾഡ് ബിഗ്ഗസ്റ്റ് ഫിലിമായ ലൂസിഫർ 2 എമ്പുരാൻ എനിക്ക് തോന്നിയത്. മേജോറിറ്റി ഓഫ് ആൾക്കാർക്കും അത് തന്നെയാണ് തോന്നിയത്. അത് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി ദാറ്റ് ദേ ആർ നോട്ട് അഫ്രൈഡ് ടു ഷോ ഓർ അഫ്രൈഡ് ടു ടെൽ വാട്ട് ദ ആക്ച്വലി ഫിലിം ഈസ് ബിസൈഡ്സ് ദ ഫാൻ. യുനോ മോഹൻലാൽ ഫാനാണെന്ന് വെച്ചിട്ട് ഇത് അത്ര ഒരു നല്ല പടമല്ല, അല്ല ഇതൊരു പീക്ക് പടമാണെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. മിഡാണെന്ന് മിഡെന്ന് തുറന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ. ബട്ട് സ്റ്റിൽ അറിയാലോ, ഫാൻസിനുള്ളത് ഉണ്ട്. ഈ സിനിമേനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫിലിമിൽ നിന്നും ഇങ്ങനെ ഒരു പൃഥ്വിരാജിൽ നിന്നും മുരളി ഗോപിയിൽ നിന്ന് എസ്പെഷ്യലി ഇങ്ങനെ ഒരു മിഡ് സാധനം കിട്ടിയില്ല. വളരെ സങ്കടത്തിലുപരി അതിനൊരു ദേഷ്യമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ തുറന്നടിച്ച് ഇതിന് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും, കയറി മുറിച്ചിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല, ഫാൻസിനെയും പേടിയില്ല. അങ്ങനെ ആണ്. കാരണം പേടിക്കേണ്ടല്ലോ, കാരണം വീഡിയോ ആരും കാണില്ല, വേറെ കാര്യം. ആൻഡ് അങ്ങനെയാണ് ഒരു ഡിസപ്പോയിൻറ്റിങ് സീക്വൽ. ഇനിയിപ്പോൾ L3 L3 ഡ്രാഗൺ നമ്മുടെ റിക്യൂനെ ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. റിക്യൂനെ ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെ പോയാലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഡ്രാഗൻ്റെ ആരാണ്. സോ റിക്യൂനേനൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് കാണിച്ചത് തന്നെ. നല്ലൊരു പെട BGM ഒക്കെ കൊടുത്തിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് രീതിയിൽ നല്ല ഒരു പറ്റിയാണ് കുറച്ച് ബ്രൂട്ടലൊക്കെ ആയിട്ട് കാണിക്കണമായിരുന്നു. ഇതൊരു മാതിരി ഏതോ ഒരു റാൻഡം ചൈനക്കാരനെ വിളിച്ചു കൊണ്ടുവരുന്ന മാതിരിയാണ് റിക്യൂനേൻ്റെ റേഞ്ച് അറിയാത്തവരെ ആയിരിക്കും 90% മലയാളികൾ. പക്ഷേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും അതുപോലെ കുറച്ച് ഫിലിംസിലൊക്കെ ഞാൻ പുള്ളിക്കാരനെ പണ്ട് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ എത്രത്തോളം കിട്ടില്ലനാണ് ഇൻ ആക്ഷൻ ഫിലിംസ് എന്ന് എനിക്ക് പണ്ടേ അറിയാം. സോ റിക്യൂനേനൊക്കെ നല്ല പെട രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് തന്നെ ഒരു റഷ് പരിപാടിയായിരുന്നു. അതിൽ റിക്യൂനേയും എല്ലാവരും അങ്ങ് മുങ്ങിപ്പോയി. സോ അങ്ങനെ ഒരു മുങ്ങിയൊരു കപ്പലാണ് ലൂസിഫർ 2 എമ്പുരാൻ. ഹൈപ്പിനോടും ഒന്നിനോടും നീതി പുലർത്തിയില്ലെങ്കിലും ഫാൻസിനെ ആർമാദിക്കാൻ ഒന്നോ രണ്ടോ ഏതാനും സീക്വൻസ് ഉണ്ട്. ആൻഡ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല പറയാൻ. സോ എങ്ങനെ പോയാലും മോഹൻലാലിൻ്റെ ഫാൻ പവറും ആ ഒരു ഈ ഒരു ഹൈപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെ പോയാലും ഇത് റെക്കോർഡുകളും കോടി ക്ലബ്ബുകളിലൊക്കെ കയറും. പക്ഷേ ഡിസപ്പോയിൻമെൻറ്റ് ആസ് എ ഫിലിം ലവർ എന്നുള്ള ആ ഒരു മാർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറില്ല. എത്ര കോടി ക്ലബ്ബ് കയറിയാലും ഇപ്പം തന്നെ വിത്തിൻ 48 hours 100 കോടി കയറി ഹിസ്റ്ററിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് ഹാപ്പി സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒറ്റ കാരണം ഡിസപ്പോയിൻറ്റിങ് ആയ ഒരു പ്രൊഡക്റ്റാണ് ഫിലിം എനിക്ക് സമ്മാനിച്ചത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിർത്തുകയാണ്. L3 വരികയോ വരാണ്ടിരിക്കുകയോ എന്തോന്നത് അങ്ങനെ ആയിക്കോട്ടെ. ഇനിയിപ്പം L3യിലും ഒരു പ്രതീക്ഷ ഇല്ലാത്ത പോലെയാണ്. ഇപ്പോൾ വരികയാണെങ്കിൽ കുറച്ച് നന്നാക്കാം. പിന്നെ L3 ദ ബിഗിനിങ് എന്നാണ് ഫിലിമിൻ്റെ പേര്. ഈ പ്രണവിനെ വെച്ചിട്ട് എൻ്റെ കുറേശ്ശെ സ്റ്റീഫൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ കാട്ടുന്നൊരു പടം ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്തൊക്കെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. സ്ട്രെയിറ്റായി വന്ന് അടിച്ച് പിടിച്ച് പോവുക, അത്രേ ഉള്ളൂ. കുറച്ച് പൊളിറ്റിക്സൊക്കെ തന്നെ. ഇത് സോ കോൾഡ് ഒരു KGFും ജോൺ വിക്കും ഒക്കെ വന്നതിന് ശേഷമുള്ള പ്രശ്നം ഇതാണ്. എല്ലാവർക്കും അവരുടെ ഒരു ടച്ച് വേണം. സോ കോൾഡ് കുറേ വാനബി സം അതർ ഫിലിംസൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേർഡ് പാർട്ടൊക്കെ എടുക്കുന്ന മാതിരിയാണ് ഇപ്പം എമ്പുരാൻ കണ്ടതിന് ശേഷം എനിക്ക് ലൂസിഫർ ഈ ഒരു ഫ്രാഞ്ചൈസി തോന്നുന്നത്. സോ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജെറോം ഫ്ലിൻ അണ്ണനെ കുറേ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കൊന്നു കളഞ്ഞിട്ടുള്ളൂ. അതും ഒരു സന്തോഷം. അല്ലാണ്ട് വന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ പുകയാക്കി വിടാത്തതിൽ സന്തോഷം. ആസ് എ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജോൺ ഫ്ലിക്സ് സൈനിങ് ഓഫ് ഫ്രം എൻസിനിക്ലോപീഡിയ.